ഫ്രണ്ട്സേ, ഞാനെന്നുള്ളത് പാലായിലാട്ടോ. ഞാൻ നാളത്തെ ഒരു പണി നോക്കാനായിട്ട്, ഒരു സൈറ്റ് നോക്കാനായിട്ട് പോവുമായിരുന്നു. വഴിക്കടെ പോയിട്ട് ഭയങ്കര ചൂട്, വണ്ടി ഓടിക്കുക ഒരു മാർഗ്ഗമില്ല, കണ്ണടഞ്ഞു പോവുക. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത്, ഈ മീനച്ചിലാറിൻ്റെ തീരത്തേക്കടേക്ക് അപ്പോൾ ഞാനിവിടെ നിർത്തിയിട്ട് കുറച്ച് നേരം ഇവിടെ വിശ്രമിക്കുക. ഞാൻ ഈ സ്ഥലം ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഞാൻ ഈ കാണുന്ന നടകളിൽ നിന്ന് ഇറങ്ങി വന്നത് ഇവിടെ ഇരിക്കുക കേട്ടോ. ഇവിടുത്തെ കാഴ്ചകളൊന്നും ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, മീനച്ചിലാറ്. ഇപ്പോൾ വെള്ളമൊക്കെ പറ്റി അങ്ങനെ ശാന്തമായിട്ട് കിടക്കുക. കണ്ടോ, ഇപ്പം ഈ കാണുന്ന ശാന്തതയൊന്നും നോക്കണ്ട കേട്ടോ. മഴക്കാലത്ത് ഇവൻ്റെ സ്വഭാവം മാറും. ഇതുപോലെ ഒഴുക്കും അപകടം നിറഞ്ഞൊരു പുഴ അല്ലെങ്കിൽ ആറ്, വളരെ ഒഴുക്കുള്ളൊരു സ്ഥലമാട്ടോ ഇത്. ഇപ്പോൾ വളരെ ശാന്തമായിട്ട് വെള്ളമൊക്കെ പറ്റി കിടക്കുക. അപ്പോൾ ഇതിലിറങ്ങി വന്നിട്ട് ഞാൻ ഇവിടെ ഇരിക്കുമായിരുന്നു. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വന്നിരിക്കുമ്പോൾ ഉണ്ടല്ലോ, നമ്മുടെ ശരീരത്തിനും ഒരു തണുപ്പ്, മനസ്സിനൊക്കെ ഒരു തണുപ്പുണ്ടാവും. ശരീരം മനസ്സൊക്കെ തണുക്കും. അപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ, ഞാനിങ്ങ് പോകുന്നത് മോനിപ്പള്ളിയിൽ നിന്ന് കുറവലങ്ങാട് വന്നിട്ട് അവിടെ നിന്ന് പോകുന്നത്. അപ്പോൾ മോനിപ്പള്ളിയിൽ നിന്ന് കുറവലങ്ങാട് റോഡിൻ്റെ ഇടയ്ക്കുണ്ടല്ലോ, നിരവധി വാഹനങ്ങൾ ഇടിച്ച് കിടക്കുക. മിക്കതും കാറുകളാണ്. ഈ കഴിഞ്ഞ ദിവസം ഞാൻ പോരുമ്പോൾ മിനിങ്ങാന്നാന്ന് തോന്നുന്നു, എൻ്റെ മുമ്പിൽ തന്നെ ഒരു മാരുതി കാറ് അവർ ഉറങ്ങിപ്പോയാന്ന് തോന്നുന്നു. ഒരു ചെറിയ റോഡിൽ നിന്ന് ഇറങ്ങിപ്പെട്ടൊരു ചെറിയ കല്ലെ കയറിയിട്ട് തന്നെ ചെയ്ത് അടുത്തുള്ളൊരു വീടിൻ്റെ മതിലിട്ട് ഇടിച്ച്, പിന്നെ അതൊരു ഓടയക്കടെ ഇറങ്ങി ഒരു ഇലക്ട്രിക് പോസ്റ്റൊക്കെ ഇടിച്ച് പൊളിച്ച് പോയി. എന്താ ഭാഗത്തിന് അവർക്കൊന്നും പറ്റിയിട്ട് 4 ചെറുപ്പക്കാരുണ്ടായിരുന്നു. അവരെന്തോ ദൂരയാത്ര പോകുന്നവരായിരുന്നു, ഉറങ്ങിപ്പോയതാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറയണെന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇങ്ങനത്തെ ഈ കാലാവസ്ഥയിൽ നമ്മൾ പോകുമ്പോൾ നമുക്ക് ഉറക്കം വരാനുള്ള സാധ്യതകളുണ്ട്, നല്ല ക്ഷീണം ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, വണ്ടി നിർത്തിച്ചേരം വിശ്രമിക്കണം, വെള്ളം കുടിക്കണം, ഉറക്കം വരേണ്ടി 10 മിനിറ്റ് ഉറങ്ങണം, എന്നിട്ട് നമ്മൾ വണ്ടി ഓടിക്കണം. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് സുരക്ഷിതമായിട്ട് എത്താൻ സാധിക്കും. അല്ലാതെ 5 മിനിറ്റ് വൈകിയല്ലോ എന്നോർത്ത് നമ്മൾ കണ്ണിങ്ങനെ തുറന്ന് പിടിച്ച് വണ്ടി ഓടിച്ചാൽ ഒരു സെക്കൻഡിൻ്റെ ഒരു അംശം മതി അപകടം ഉണ്ടാകാനായിട്ട്. അപ്പോൾ ദൂരയാത്ര ചെയ്യുന്ന നമ്മുടെ കൂട്ടുകാരൊക്കെ വണ്ടി ഓടിക്കുമ്പോൾ ക്ഷീണമോ ഉറക്കമൊക്കെ വരേണ്ടി ഇതുപോലുള്ള സ്ഥലങ്ങളൊക്കെ കാണാൻ നിർത്തുക, വെള്ളം കുടിക്കുക, വിശ്രമിക്കുക. നമ്മുടെ മനസ്സ് ശരീരമൊക്കെ ഒന്ന് തണുക്കും. എന്നിട്ട് സുരക്ഷിതമായിട്ട് പോവുക. നമ്മളെ കാത്തിരിക്കുന്ന മുമ്പിലേക്ക് നമുക്ക് സന്തോഷത്തോടെ ചെല്ലാൻ സാധിക്കും. യാത്ര ചെയ്യുന്ന സുഹൃത്തുക്കളെ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഇങ്ങനെ ഒരു അപകടം കണ്ടതുകൊണ്ടാണ് എങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വെച്ചത്. ഓക്കെ, കാണാം.